ഇവിടെ 100% സാക്ഷരത ഉണ്ട് എന്നും പറഞ്ഞ് നടക്കും ചെയ്യും. അതിന് ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരൻ സിക്കോ വന്നിട്ട് പറയാണ് കളിയാക്കണം 100% ലിറ്ററസി എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കളിയാക്കി കഴിഞ്ഞാൽ അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി പറയാനും അതിന് റീലിടാനും ചിലക്കാനും അല്ലാതെ ഒരു മലയാളിയുടെയും നാവ് ഇതിൽ പൊന്തില്ല, കയ്യും പൊന്തില്ല. ഇത് ഇതേപോലെ തന്നെ നടക്കും. ചെറിയ ആളും അങ്ങനെ സംസാരിക്കില്ല, ചെറുതായിട്ടേ നല്ലൊരു മോനാണ്. നല്ലതെന്ന് വെച്ചാൽ ചെറുതായിട്ടേ സംസാരിക്കും. അവനെ ചിലപ്പോൾ ആരും എന്ത് കളിയാക്കിയാലും കുഞ്ഞിനെ അവനെ വെറുതെ വിട്ടുവിടും. നമുക്ക് അതേ ഉള്ളൂ. അവൻ്റെ കൂടെ പുറപ്പില്ല, ഇനി അവർ ജമ്മ അവനെ കിട്ടും വെറുതെ വിടാൻ. സത്യത്തിൽ 10-13 വയസ്സാകുമ്പോൾ ഭൂമിയിൽ എന്തൊരു സുഖം അനുഭവിച്ചു. വലുതൊക്കെ ആയെങ്കിൽ അവരങ്ങനെ എന്തെങ്കിലും ഷെയറിന് വേണ്ടി എന്നൊക്കെ. ഇത് കൊച്ചു കുട്ടി എന്തിനും ഇങ്ങനെ ചെയ്തു. ആ ഒരു വിഷമം നമുക്ക് ഞങ്ങളൊക്കെ ഇന്ന് ഉറങ്ങിയിട്ട് 2 ദിവസം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയതാണല്ലേ, ഞാൻ പോവില്ല. ഇന്ന് അടുത്ത ശിവരാത്രിക്ക് കാണൂല്ലേ നമ്മളെന്തേ പണ്ടില്ല. നിമിഷം നേരം കൊണ്ട് മോനെ സ്കൂൾ വിട്ട് പോകണമെങ്കിൽ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം. 7 മണിയായപ്പോൾ മോൻ മരിച്ചെന്ന് പറഞ്ഞാൽ അന്തം വിട്ടു പോവില്ലേ. നല്ലൊരു മോനാണ്. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊല റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോസും ചെയ്തിട്ടില്ല. എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു. പല വീഡിയോൻ്റെ ഇടയിലും കമൻസ് ഇട്ടു എന്താണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തതെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ യൂട്യൂബിൽ തന്നെ കരിയറിൽ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ അവസ്ഥ. എൻ്റെ യൂട്യൂബ് കരിയറിൽ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു വീഡിയോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണണമെന്ന് ആരോടും ഞാൻ പറയില്ല. അതിൻ്റെ ഒരു വിഷമം പറയാൻ ചെയ്യുന്ന വീഡിയോ. വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അഫാൻ എന്ന് പറഞ്ഞവൻ കുറേ 5-6 പേര് എല്ലാവരെയും കൊന്നല്ലോ. ഉമ്മാനെ തലക്കി ഒടിച്ചു, ഇത് കേട്ട് ഉമ്മാൻ്റെ ഉമ്മാനെ കൊന്നു, അമ്മാവനെ കൊന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്ത സംഭവം എന്താ പറയുക, അനിയനെ കൊന്നത്. നമുക്കെങ്ങനെ പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ഓരോ നിമിഷവും കണ്ണടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖം ഒന്നെന്താ വെച്ചാൽ എൻ്റെ മോന് 14 വയസ്സ്, ഒത്തിരി ചബ്ബിയായിട്ടുള്ള ആളാണല്ലോ. അപ്പം ഇവനും അതെ എങ്ങനെ ചബ്ബിയാണ്. അപ്പം ഈ പയ്യൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖവും അവനങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ അഫാൻ നിൽക്കുന്ന സംഭവം കൂടി കാണുന്ന സമയത്ത് എന്താ പറയുക, നെഞ്ഞ് പൊളിയുന്നൊരവസ്ഥ. ഇന്ന് ഈ വീഡിയോ ഫസ്റ്റ് ഞാൻ ഈ ക്ലിപ്പ് കാണിക്കാനുള്ള കാരണം എന്താ പറയുക, ഇവരാരുമല്ല, അവിടെ ഒരു പലചരക്ക് കട നടത്തുന്നൊരു പാവം ചേച്ചിയാണ്. അവർ അങ്ങനെ ആ കുട്ടീനെ കുറിച്ച് പറയുന്ന സമയത്ത് അതേ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ടോപ്പിക്കിൽ ഇത് ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ. ഇവൻ്റെ മൊഴി പുറത്തു വന്നു. ഈ ചങ്ങായി എന്തിനാണിത് ചെയ്തത്, ഇവൻ എന്താ ചെയ്തത്, എന്തിനാണിത് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരം ഇന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു. അവൻ ഇന്നെ പോലെയൊക്കെ ചെയ്തു, പക്ഷെ ഇവൻ എന്തിനു ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് ഒരാൾക്ക് പോലും യെസ് ഇതിനാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്നൊരു സംഗതി ഉണ്ട് തോന്നുന്നില്ല. കടത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൊല്ലുക എന്നറിയില്ലേ, എന്നിട്ട് അവൻ വിഷം കഴിക്കുക. ഇതാണല്ലോ ഇപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഈ വിഷം എല്ലാവർക്കും കൊടുത്തുകൂടെയെന്നില്ലേ, ഇതിനിത്ര മൃഗീയമായിട്ട് അടിച്ചു വന്നത്. ഫസ്റ്റ് ഇതിൽ പറഞ്ഞു ഇങ്ങനെ അവൻ്റെ സിന്തറ്റിക് ഡ്രഗ്സ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും പിന്നീട് പോലീസ് പറഞ്ഞു കേട്ടില്ല. പിന്നെ മദ്യം വാങ്ങി കഴിച്ചു എന്ന് പറഞ്ഞു. കള്ളു കുടിച്ചാൽ പഴയ സ്ട്രെങ്ത്ത് കിട്ടും ഒരാൾക്ക്. മദ്യം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം, ഞാൻ കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. എന്നോട് കഴിച്ച ആൾക്കാർ പറഞ്ഞാൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ ശക്തി ഉണ്ടായിരിക്കില്ല. മദ്യം കഴിച്ച ഒരാളെ കീഴ്പ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്. അതായത് ബോധം പറയുന്ന സിറ്റുവേഷൻ ആട്ടോ, കുറച്ചൊന്നും ഇതായിട്ടല്ല പറയുന്നത്. അത് ഞാനെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ മദ്യം കഴിച്ചു എന്നുള്ള പറയണം. എന്നിട്ട് അവൻ കടവും പ്രശ്നങ്ങളും കാരണം സഹായിക്കാത്തതുകൊണ്ട് അവരെ കൊന്നു, വല്യമ്മ പൈസ തരാത്തതുകൊണ്ട് ഇവരെ കൊന്നു. ഒരിക്കലും ഒരു ലിങ്ക് കണക്റ്റ് ആവാത്തൊരു സംഭവമാണ്. അതായത് പറയും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമുണ്ടോ? പോട്ടെ, ഇപ്പോൾ എനിക്ക് ഇവർ ചോദിച്ചു, ഞാൻ ഈ ഫസ്റ്റ് ക്ലിപ്പ് എടുക്കാനുള്ള റീസൺ എന്താ, ആ ചെക്കനെ ചെറിയ കുട്ടീനെ വെറുതെ വിടായിരുന്നല്ലോ. എനിക്ക് അവൻ്റെ ആ കുഴിമന്തിര ഫ്രണ്ടിലൊക്കെ ഇവൻ നിൽക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ഫീലിങ്സ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടായെന്നുള്ളത് നിങ്ങൾ പറയൂ കേട്ടോ. ഞാൻ ശരിക്കും പൊട്ടത്തരായി തോന്നുമായിരിക്കും. അത് ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഈ പറയാൻ പോണ കാര്യം ചിലപ്പോൾ ഇവൻ എന്താ പറയുക, പൊട്ടത്തര കോമാളി എന്നൊക്കെ തോന്നിയായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് കെയർ. എടാ പോടാ എങ്ങോട്ടെങ്കിലും. ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിലായി. എൻ്റെ വൈഫിനോട് പറഞ്ഞു,
അപ്പോൾ CCTV ഇങ്ങനെ കണ്ട സമയത്ത് എടാ പോടാ ഓടിപ്പോടാ, നമുക്കിങ്ങനെ തോന്നില്ല. നമ്മൾ ചില സിനിമയിൽ നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ, സിനിമയിൽ നമ്മൾ ഇയാൾ മുമ്പ് മരിക്കാൻ പോവുകയാണെന്നൊക്കെ കാണുമ്പോൾ എടാ എങ്ങോട്ടെങ്കിലും ഓടിപ്പോടാ എന്ന്. ഞാൻ CCTVയിൽ ആ ചക്ക നടക്കണ ആ കുഴിമന്ദിര ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്തൊക്കെ ശരിക്കും എനിക്ക് പറയാൻ തോന്നി. ഞാൻ പറഞ്ഞു ലിറ്ററലി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ഥിതി തന്നെ ആയിരിക്കും. ഇതുവരെ ഇങ്ങനെ ഒരു ഞെട്ടൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റേ ചങ്ങായില്ലേ കേതൽ ജിൻസൺ എന്ന് പറഞ്ഞ അവൻ കൊന്നല്ലോ, മറ്റേ ചുട്ട് കരിച്ചു കൊന്നു. അത് വേറെ, അത് കേട്ട സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ എനിക്ക് എഫക്റ്റ്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്കിത് ഈ ചെക്കൻ്റെ കേസിൽ ഭയങ്കര വിഷമം തോന്നിപ്പോയി. അഫാൻ ഈ കുടുംബത്തിലുള്ള തന്റെ ഉമ്മയെയും സഹോദരനെയും അതിനൊപ്പം തന്നെ ഉമ്മുമ്മയെയും പിതാവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും ഒക്കെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ കടബാധ്യത എന്നാണ് അഫാൻ പറഞ്ഞു വെക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ ഉമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. അത് വലിയ കടമായിട്ട് മാറി ഈ കടം വാങ്ങിയത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത്. പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു. ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു, മൊത്തം സ്റ്റക്കായി. കടം വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുക്കും. ഞാനൊരു സിനിമ, ഏത് സിനിമയെന്നില്ലേ പെട്ടെന്ന് ഓർത്താട്ടോ. അതായത് ഈ കടം കാരണം സഹിക്കാൻ വയ്യാതായിട്ട് ചോറിൽ വിഷം ചേർത്ത് കൊടുക്കുന്നൊരു സീനുണ്ട്. ജയറാമാണോ എന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ആരാന്ന് ഓർമ്മ. നിങ്ങൾ കണ്ടുവരുന്ന ദിവസം കമൻറ്റ് ചെയ്തോ. ചോറിൽ വിഷം കൊടുക്കുന്ന സമയത്ത് വിശന്നിട്ട് വാരി ഉണ്ണാണ്. അങ്ങനെ ഒരു സീനുണ്ടോ വിശന്നിട്ട്. അപ്പോൾ ജീവിക്കാൻ മുന്നോട്ട് നമ്മൾ അങ്ങനത്തെ കേസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷനിൽ പിന്നെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ കൂടപ്പറപ്പുകളെ കൊല്ലാൻ തീരുമാനിക്കുക, മക്കൾക്ക് വിഷം കൊടുക്കാൻ തീരുമാനിക്കുക. ഇതൊക്കെ ഒരു ബ്രൂട്ടൽ ഡെത്ത് ഒരിക്കലും അവർക്ക് ഉണ്ടാവരുതെന്നില്ലേ അല്ലേ? പടഞ്ഞു മരിക്കുന്ന ബ്രൂട്ടൽ ഡെത്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ കുഞ്ഞുമോൻ്റെ ഒരു കണ്ണില്ല എന്ന് പറയുന്ന സമയത്ത് എങ്ങനെടാ ഇവന് കഴിഞ്ഞിട്ടുള്ളത്? എനിക്ക് ഒരു നിലയ്ക്ക് ഒരു ഭയങ്കര ഇമോഷണൽ ആവുന്ന സിറ്റുവേഷൻ വരെ. എങ്ങനെയാണ് ഇതിവൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ കടം കൊടുത്തവർ പണം തിരികെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കുടുംബം കൂട്ട ആത്മഹത്യക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഉമ്മയും ഈ രണ്ടു മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴാണ് അഫാൻ പറയുന്നത്, മൊഴിയിൽ പറയുന്നത്, അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി ഈ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന്. അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ, ഒരിക്കലും വിശ്വസിക്കില്ല. ഇത് ഞാൻ സീരിയസ് ആയിട്ട് ഇതാണ് സംഭവമെങ്കിൽ ഇത് പോലീസ് ഇതിനി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഈ ഒരു നിഗമനത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. എനിക്കിപ്പോഴും എന്താ പറയുക, ഇത് ഞാൻ എവിടെയും നോക്കിയിട്ട് കണ്ടില്ല. ഇവൻ്റെ ഈ ബ്ലഡിലൂടെ മറ്റേ സിന്തറ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ പോകുന്നുണ്ടോ എന്താ അതിൻ്റെ അങ്ങനെയൊക്കെ ആദ്യം ന്യൂസ് വന്നിരുന്നു. അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. ഇത് വിശ്വസിക്കരുത് കേട്ടോ, ഇത് തെറ്റ്, ഇത് ശരിയല്ല. എന്തോ നമുക്കൊരു ഉള്ളിലൊരു ഫീലിംഗ് വരികയാണ്. ഒരിക്കലും അങ്ങനെ കൊല്ലില്ല. ആ പെണ്ണിനെ വിളിച്ചു വരുത്തി കൊല്ലുക, എന്തിനാ അവളെ കൊന്നു? അതായത് വീട്ടുകാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് പിന്നെ അച്ഛൻ്റെ ഏട്ടനെ കൊല്ലുക, അവരെ ഭാര്യനെ കൊല്ലുക, അവർ പുറത്ത് കുറച്ച് അവരെ കൊല്ലുക, ആ പ്രായമായിട്ടുള്ള ആ സ്ത്രീനെ അങ്ങനെ മൃഗീയായിട്ട് കൊല്ലുക. ആദ്യം അടിച്ച് കൊന്ന ഉമ്മാനെ തിരിച്ചു വരുന്ന സമയത്ത് തല പൊന്തിയപ്പോൾ വീണ്ടും അടിക്കുക. അതോ ആ ഉമ്മന്ന് മൊഴി കൊടുത്തത് എന്താ? തല അടിച്ച് കൊണ്ടാന്നല്ല. ഒരമ്മ ഒരു മകനെ അതാണ് പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്രത്തോളം ആ കുട്ടിയുടെ നന്മ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും തൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് ആ ഉമ്മ വളരെ വിശ്വസിച്ചിട്ട്, അതാണ് ഇവൻ ഇത്രയും വലിയൊരു സൈക്കോപാത്തായിരിക്കും. ഞാൻ പറഞ്ഞ ലോകം കണ്ടതിലും വെച്ചിട്ട് ഏറ്റവും വലിയൊരു സൈക്കോപാത്തായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരുത്തനാണ് അവൻ. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയട്ടെ, നമുക്ക് പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരുടെ അടിപിടി പോലെ ചില നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ മതി ആൾക്കാർക്ക് ഭയങ്കര ട്രിഗർ ആവാൻ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സ്വന്തം ഞാൻ പറയാം സ്വന്തം കൂടപ്പുറപ്പ്, ഞാൻ അമ്മ അങ്ങോട്ടൊക്കെ പോട്ടെ, ഉമ്മ ശരിയൊക്കെ കറക്റ്റാണ്, സ്വന്തം ആ കുഞ്ഞിക്കുട്ടനെ ഇങ്ങനെ മൃഗീയമായി കൊല്ലുന്ന ഒരുത്തൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സുരക്ഷയുള്ളത്? നാളെ നമ്മൾ ആരെ വിശ്വസിക്കും? നമ്മൾ വീട്ടിലുള്ളവരെ വിശ്വസിക്കാൻ പറ്റുമോ? മക്കളെ വിശ്വസിക്കാൻ പറ്റും? ആരെ നമ്മൾ വിശ്വസിക്കും? ഈ ചെക്കനെ കുറിച്ച് ആരും ഒരു മര്യാദക്കൊന്നും ഒക്കെ നല്ലതാണ് എല്ലാവരും പറയണത്. ടീച്ചേഴ്സിൻ്റെ അത് കണ്ടു വെരി ഹാർഡ് ടു ബിലീവ്. നമുക്ക്
എനിക്ക് വേറെ കുറച്ചും കൂടിയൊക്കെ വീഡിയോ ഇപ്പോൾ ആ ഒരു എങ്ങനെ മരിച്ചു എന്നുള്ളതിൻ്റെ അവൻ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനതൊക്കെ പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചാ വയ്യ. എന്താ ചെയ്യലേ, 2025 ഒരു രക്ഷയില്ല. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ആ സിഖുകാരനെ കളിയാക്കി 100% ലിറ്ററസി എന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോൾ അറം പറ്റി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, 100% ലിറ്ററസി അറം പറ്റിയ പോലെയായി. 100% ലിറ്ററസി ഉള്ളൊരു നാട്ടിൽ നടക്കുന്ന സംഭവമാണത്. സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, പോലീസ്, എക്സൈസ്, പ്രൊട്ടക്ഷൻ തരേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്സ് കംപ്ലീറ്റ് പോക്കണം. അങ്ങനത്തെ ഒരു രാജ്യത്ത് നിയമ സംവിധാനം, BNS, IPC പറയാതിരിക്കാൻ വയ്യ. ഈ സാധനം ഉണ്ടല്ലോ, സിന്തറ്റിക് ഡ്രഗ്, ഇനി ആൾക്കാർ നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ, നാട്ടിൽ ആൾക്കാർ നിയന്ത്രിച്ചതില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെന്നറിയാം, നമ്മുടെ ലോക്കൽ നാടുകളിലൊക്കെ ഉണ്ട് സംഭവം. ഇന്നിപ്പോൾ വേങ്ങരത്ത് ഒരു സംഭവം കൊണ്ട് ഒരുത്തനെ പിടിച്ചു വെച്ചിട്ട് അവന് MDMA കിട്ടാത്തത് കൊണ്ട് കിടന്ന് നിലവിളിക്കുന്ന സിറ്റുവേഷൻ. അത് കണ്ടു നിൽക്കുന്ന പോലീസുകാരും തോന്നും ഒരിതിലെങ്കിലും ഒരു പിടിച്ചവൻ്റെ ഒരു ഒറ്റ സാധനത്തിനും മേലേക്ക് അന്വേഷണം പോയി കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം വെച്ചാൽ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇവിടെ 100% സാക്ഷരത ഉണ്ട് എന്നും പറഞ്ഞ് നടക്കും ചെയ്യും. അതിന് ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരൻ, സിക്കോ ഏതെങ്കിലും ഒരു കുണ്ടാമണ്ടി ഒരുത്തം വന്നിട്ട് പറയാണ് കളിയാക്കണ 100% ലിറ്ററസി എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കളിയാക്കി കഴിഞ്ഞാൽ അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി പറയാനും അതിന് റീലിടാനും ചിലക്കാനും അല്ലാതെ ഒരു മലയാളിയുടെയും നാവ് ഇതിൽ പൊന്തില്ല, കയ്യും പൊന്തില്ല. ഇത് ഇതേപോലെ തന്നെ നടക്കും. 2025 2 മാസം തികഞ്ഞിട്ടില്ല, ഇനി 10 മാസം ഇനിയും പോവാണ്ട്. 26ൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയില്ല, ഒന്നും പറയാനില്ല.